ക്രിസ്തു ബോധത്തിലേക്ക് വരുമ്പോൾ ആ ക്രിസ്തു ബോധത്തിൽ നിന്നുകൊണ്ട് ചില വ്യക്തികൾക്ക് പറയാൻ പറ്റുന്ന വളരെയേറെ ആഴമുള്ള കാര്യങ്ങളുണ്ട്. ആ ക്രിസ്തു ബോധത്തിലേക്ക് വന്നപ്പോൾ യേശു എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞ ഒരു കാര്യമാണ്, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ. ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലാണ്. അപ്പോൾ ദൈവരാജ്യം എന്ന് പറയുമ്പോൾ അതൊരു വലിയ സബ്ജക്റ്റാണ്. വേദങ്ങളിലേക്ക് തിരിയുമ്പോൾ നമുക്ക് മനസ്സിലാകും, അവിടെ പറഞ്ഞിരിക്കുന്നത് കൃഷ്ണൻ വാ തുറന്നപ്പോൾ ഈ സകല ബ്രഹ്മാണ്ടവും അദ്ദേഹത്തിൻ്റെ വായ്ക്കകത്ത് ദൃശ്യമായി എന്നാണ്. സോ ദ എൻറ്റയർ കിങ്ഡം ഈസ് വിത്തിൻ. ആ ഒരു മർമ്മത്തിൻ്റെ ആവിഷ്കാരമായിരുന്നു ആ പറഞ്ഞ കാര്യം. ഇതേ കാര്യം തന്നെ വേദങ്ങളിൽ മറ്റു രീതിയിലും കാണുന്നുണ്ട്. അഹം ബ്രഹ്മാസ്മി. ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപത്തിൽ വസിക്കുന്നത് എന്നിലാണ്. അപ്പോൾ ഉള്ളിൽ വസിക്കുന്ന ആ ദൈവ ചൈതന്യം, ബ്രഹ്മമെന്ന് പറയുന്നത്, ബ്രഹ്മാവെന്ന് പറയുന്നത് എന്നിൽ തന്നെയാണ്. തത്വമസി, നീ ആരെ അന്വേഷിച്ചാണോ നടക്കുന്നത്, ആ ദൈവസ്വരൂപം, ആ ദൈവശക്തി, ആ ദൈവ ചൈതന്യം എന്നിൽ തന്നെയാണത്, നീ തന്നെയാണ്. സോ ഇത്തരത്തിൽ വേദങ്ങളും ബൈബിളും പറയുന്ന കാര്യങ്ങൾ രണ്ടല്ല ഒന്നാണെന്നുള്ള തിരിച്ചറിവാണ് ഭാരത പൈതൃകത്തിൽ വേരൂന്നിക്കൊണ്ടുള്ള ആത്മീയതയെ ഞാൻ കൂടുതൽ ഉൾക്കൊള്ളുവാനും ആ ക്രിസ്തു ദർശനത്തിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങളെ വിളിച്ചു പറയാനും തുടങ്ങിയത്. ഇനി വേണ്ടത് ക്രിസ്തീയ മതമല്ല, ഹൈന്ദവ മതമല്ല, വേദങ്ങളും ബൈബിളും പറയുന്ന ആത്മീക സത്യങ്ങളെ മനസ്സിലാക്കി അത് ആസ്വദിച്ച് അതിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തെയാണ് ഇത് നമുക്ക് വേണ്ടത്. നമുക്കതിലേക്ക് ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ക്രൈസ്റ്റ് ടെമ്പിൾ അഥവാ ക്രിസ്തു ക്ഷേത്ര എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്.